നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. കാട്ടാന വയോധികയെ ചവിട്ടിക്കൊന്നതിൽ ജനരോക്ഷം ഇരമ്പുന്നു. കോതമംഗലം ടൗണിൽ മൃതദേഹവുമായി പ്രതിഷേധം. സ്വന്തം പുരയിടത്തിൽ നിൽക്കെ വയോധികയെ ആന ചവിട്ടിക്കൊന്നത് ഇന്ന് പുലർച്ചെ. കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിലായത് കോട്ടയത്തെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ്. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടയടിയും ലാത്തിച്ചാർജും. ഉപാഘോഷ കമ്മിറ്റിക്കാർ ഏറ്റുമുട്ടിയത് ഘോഷയാത്രയ്ക്കിടെ. കൂട്ടയടിക്കിടെ ആനയും വിരണ്ടോടി. കായംകുളത്തും ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷം. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാൻ സൗജന്യ നീന്തൽ പരിശീലനം. കാസർകോട്ടെ ശശിധരന്റെ കീഴിൽ പരിശീലനം നേടി നിരവധി പേർ. വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അടിമാലി സ്വദേശിനി ഇന്ദിരാമ്മയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കാതെ ഇന്ദിരാമ്മയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിൽ പരിക്കേറ്റ ഡീൻ കുര്യാക്കോസ് എംപിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തരമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ശനിയാഴ്ച ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേരും. ഗവൺമെന്റ് മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പമാണ്. കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് നൽകാൻ ഗവൺമെന്റ് ഒരുക്കമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 4 മണിക്കൂർ നേരം പാലക്കാട് നഗരത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആനയെ തളച്ചു. പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് തിരികെ കൊണ്ടുപോവുകയായിരുന്ന ആന ലോറി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വടക്കുമുറി പ്രദേശത്ത് ആന 8 വീടുകൾ തകർത്തു. 2 പശുവിനെയും 1 ആടിനെയും ആന കൊന്നു. കൈക്കൂലി വാങ്ങിയതിന് സർക്കാർ ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് NL ആണ് പിടിയിലായത്. കോട്ടയത്തെ ഒരു സ്കൂളിലെ പരിശോധനയ്ക്ക് വേണ്ടി 10,000 രൂപ കൈക്കൂലി ചോദിച്ചിരുന്നു. ഇതിൽ 7,000 രൂപ കൈമാറിയപ്പോഴാണ് വിജിലൻസ് പിടികൂടുന്നത്. കോപ്പി ബാക്കി നമുക്ക് അതിനകത്ത് ഉള്ളതെന്ന്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വിതരണം വീണ്ടും പ്രതിസന്ധിയിലായി. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കുടിശ്ശിക തുക 3.25 കോടി രൂപയായി ഉയർന്നതോടെയാണ് ജീവനക്കാരുടെ 2 മാസത്തെ ശമ്പളം മുടങ്ങിയത്. 70ഓളം താൽക്കാലിക ജീവനക്കാരാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള സർക്കാർ ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള പണം ലഭിക്കാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ CPO തൂങ്ങി മരിച്ച നിലയിൽ. സിവിൽ പോലീസ് ഓഫീസറായ ജിതേഷിനെയാണ് ഇന്ന് രാവിലെ ബാലുശ്ശേരി ഇയാടുള്ള വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2012 MSB ബാച്ചാണ് മരിച്ച ജിതേഷ്. തിരുവനന്തപുരത്ത് അഭിഭാഷകൻ തൂങ്ങി മരിച്ച നിലയിൽ. വാമനപുരം സ്വദേശിയായ അനിൽ VS ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. 2 ജൂനിയർ അഭിഭാഷകരുടെ
അധിക്ഷേപത്തിൽ മണന്തൊന്നാട് മരണമെന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടയടി. ഉപാഘോഷ കമ്മിറ്റികൾ തമ്മിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. രാത്രി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവമുണ്ടായത്. ആന പുറത്തിരിക്കുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ആന വിരണ്ടോടിയെങ്കിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. സംഘർഷം രൂക്ഷമായപ്പോൾ പോലീസ് ലാത്തി വീശി. പോലീസുകാരനുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ കായംകുളത്തും ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായി. കായംകുളം നടേൽ കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. സമയപരിധി കഴിഞ്ഞിട്ടും നാടൻപാട്ട് തുടർന്നപ്പോൾ പോലീസ് മൈക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സംഘർഷം. ചേരിതിരിഞ്ഞ് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. 15ഓളം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന സ്വീവേജ് ടാങ്കിലെ ജോലിക്കിടെ ഉരുക്കുവടം പൊട്ടി 2 തൊഴിലാളികൾക്ക് ഗുരുതര പരിക്ക്. ബംഗാൾ സ്വദേശി പിൻഡ, ജാർഖണ്ഡ് സ്വദേശി അഫ്താഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് 3 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. 50 അടിയോളം ആഴമുള്ള കൂറ്റൻ സ്വീവേജ് ടാങ്കിൽ ക്രെയിനിൽ ഹിറ്റാച്ചി ഇറക്കിയ ശേഷം തൊഴിലാളികളെ ഇറക്കുന്നതിനിടെ ക്രെയിനിന്റെ ഉരുക്കുവടം പൊട്ടി തൊഴിലാളികൾ വീഴുകയായിരുന്നു. ചാക്ക, ചെങ്കൽച്ചൂള എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. കണ്ണൂർ നടുവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർ എഞ്ചിൻ എത്തിച്ച തീ കെടുത്തി. ശ്രീകണ്ഠപുരത്ത് നിന്നും കുഴൽക്കിണർ നിർമ്മാണത്തിനു ശേഷം ആലക്കോടേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീ പിടിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാണ്. വയനാട്ടിൽ കുടുംബശ്രീ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി വിവിധ ഊരുകളിലെ ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകളിലുള്ള കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന സഹകരണ ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ CK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പദ്യം ചൊല്ലൽ, മിമിക്രി, നാടൻപാട്ട്, സംഘനൃത്തം തുടങ്ങി 16 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ 35 പോയിന്റ് നേടി പൂതാടി CDS ചാമ്പ്യന്മാരായി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ വയനാട്ടിൽ 49,847 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കി. ജില്ലാതല ഉദ്ഘാടനം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ T സിദ്ദിഖ് MLA നിർവഹിച്ചു. 864 പോളിയോ ബൂത്തുകളിലായാണ് കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകിയത്. കോൺഗ്രസിൽ നിന്ന് പരമാവധി വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C രഘുനാഥ്. മുതിർന്ന നേതാക്കൾ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP-യിലേക്ക് വരും. കണ്ണൂരിന്റെ വികസനം മാത്രമാണ് വിഷയമെന്നും C രഘുനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂല തരംഗമുണ്ടാകുമെന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥ്. ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാൻ മാത്രമാണ്. പുതിയ തലമുറയിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഇന്ന് കേരളത്തിൽ കാണുന്ന വികസനങ്ങളെല്ലാം മോദി കൊണ്ടുവന്നതാണെന്നും C രഘുനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും ജയിച്ചു പോയാൽ എല്ലാ സമയം പാർലമെന്റ് ബഹിഷ്കരിക്കുന്ന ഒരാളായിരിക്കും കണ്ണൂരിലെ ജനതയ്ക്ക് കിട്ടുക. ഒരു തവണ പോലും ഒരു ചർച്ചയിൽ പങ്കെടുക്കാത്ത നേതാക്കന്മാരാണ് അവിടെ പോകുന്നത്. ഏതെങ്കിലും ഒരു വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും ജയിക്കേണ്ടത് മോഡിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ആൾ തന്നെ ആയിരിക്കണം. 2 മുന്നണികളും ഇതുവരെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസിനകത്തും ഇടതുപക്ഷത്തിനകത്തുമുള്ള അസംതൃപ്തരായവരുടെ വോട്ടുകൾ പരമാവധി ലഭിക്കും. മുതിർന്ന നേതാക്കളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP-യിലേക്ക് വരും. പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം NDAക്ക് അനുകൂലമായ തരംഗമുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരുപാട് ആളുകൾ ഇത്തവണ മാറി ചിന്തിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുതന്നെയാണ് കണ്ണൂരിൽ വിജയിച്ചു വരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പകരുന്നതിന്റെ ഘടകം. ഞങ്ങൾ വിജയിക്കാൻ തന്നെ മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണ് എന്ന വിശ്വാസം തനിക്കില്ലെന്നും കണ്ണൂരിന്റെ വികസനം മാത്രമാണ് വിഷയമെന്നും C രഘുനാഥ് പറയുന്നു.
കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ചാണ് NDA സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചത്. ന്യൂസ് 18 കണ്ണൂർ. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. പൊൻകതിർ പുട്ട് സോഫ്റ്റ്. മറ്റു വാർത്തകൾ നോക്കാം. കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം ശ്രദ്ധേയമാകുന്നു. ജലസേചന വകുപ്പിന്റെ തടയണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത്. കുറ്റിക്കോൽ അത്തിയടുക്കത്ത് 15 വർഷം മുമ്പ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് 2019 മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 450ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനം നേടിയത്. ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളും ഉണ്ട്. സിവിൽ ഡിഫൻസ് അംഗം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവനത്തിന് ഇറങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മുങ്ങി മരണങ്ങളാണ് ഏകദേശം നമ്മളത് കേൾക്കുന്നത്. കാരണം ഒഴുക്കിൽപ്പെട്ടൊന്നും നീന്താൻ അറിയാത്ത, ഇപ്പോൾ ഏകദേശം കുട്ടികൾ 1-2 പേർക്ക് നീന്താൻ അറിയാം, കൂടെ പോയവർക്ക് നീന്താൻ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വെള്ളത്തിൽ പോയിട്ട് അതുപോലത്തെ അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതും കൂടി നമുക്ക് ഇതിലൂടെ, അത് മാത്രമല്ല അവരെ രക്ഷ മാത്രമല്ല പിന്നെ ഒരാളെയും കൂടി രക്ഷയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത്. കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി ഇവിടെ എത്തുന്നത്. സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ കുട്ടികളും മുതിർന്നവരും എത്തുന്നു. 5 വയസ്സിലാണ് ഞാൻ ഇവിടെ നീന്താൻ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പം 2 വർഷമായി ഞാൻ ഇപ്പോൾ വരുന്നത്. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സപ്പോർട്ടിനായി കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്വിമ്മിങ്ങിന് നല്ല റിലാക്സ് ആണ്. അതുകൊണ്ട് എനിക്ക് 4 ടൈപ്സ് ആയിരുന്നു നീന്താൻ അറിയുന്നത്. ബട്ടർഫ്ലൈ അറിയും, ബാക്ക് സ്ട്രോക്ക് അറിയും, ഫ്രീ സ്റ്റൈൽ അറിയും. ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്തിയടുക്കത്തെ മാതൃക പിന്തുടർന്നാൽ ഒരു പരിധിവരെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ വർക്കല പാപനാശത്ത് മാലിന്യപ്രശ്നം രൂക്ഷമാകുന്നു. റിസോർട്ടുകളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത് കാരണം വിനോദസഞ്ചാരികൾ മൂക്കും പൊത്തി പോകേണ്ട അവസ്ഥയിലാണ്. ജനാർദ്ദന സ്വാമി ക്ഷേത്രക്കുളത്തിൽ നിന്നും ചെറുതോട് വഴി ഒഴുകിയെത്തുന്ന വെള്ളം പാപനാശം കടൽ തീരത്താണ് എത്തുന്നത്. സമീപത്തെ റിസോർട്ടുകളിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും കടകളിൽ നിന്നുള്ള മലിനജലവും ഈ തോടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. മാലിന്യങ്ങൾ ചെറുതോട് വഴി ഒഴുകി തീരത്തെത്തുന്നത് മൂലം ദുർഗന്ധവും പടരുകയാണ്. സഞ്ചാരികൾ കൈകാലുകൾ കഴുകുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. നിരവധി പ്രാവശ്യം ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നിർബാധം തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയാണ്. അതുവഴി പോകുന്നവർക്കറിയാം, മൂക്കുകൊത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വെള്ളം പോയി നിൽക്കുന്നത്, ഒഴുകി ചെന്ന് നിൽക്കുന്നത് പാവനാശത്ത് ഒരു പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇത് നമ്മുടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിനകത്ത് കൈകാലുകൾ കഴുകുകയും ചിലർ വായിൽ കൊള്ളുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് കാണുന്ന നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നും. ഇങ്ങനെ ഇത്രയും മലിനമായ ജലത്തിൽ അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ നഗരസഭയ്ക്കോ മറ്റ് ഏജൻസികൾക്കോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കൂടുതലാണെന്ന് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഹെലിപാഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നും രാത്രി 12 മണിക്ക് ശേഷം മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കടലിലേക്ക് ഒഴുക്കുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. മലിനജലം തീരത്തേക്ക് ഒഴുക്കിവിടുന്ന റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വർക്കല. തൃശൂർ മണലൂരിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. ജനുവരി 1 മുതൽ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല.
റേഷൻ വ്യാപാരികൾ ഈ മാസം 7-ന് കടകൾ അടച്ച് പ്രതിഷേധിക്കും. വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPCS നിയമം പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. കായംകുളത്ത് നടന്ന മേഖലാ കൺവെൻഷൻ ട്രഷറർ അജി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വർക്കലയിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്വകാര്യ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാകുന്നു. ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ എത്താത്തതായതോടെ യാത്രക്കാർ തിരക്കേറിയ ജംഗ്ഷനിലും കടത്തിണ്ണകളിലും ബസ് കാത്ത് നിൽക്കേണ്ട അവസ്ഥയിലാണ്. വർക്കലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് കാരണമുള്ള ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച വർക്കല മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് പാർക്കിംഗ് കേന്ദ്രമായി മാത്രം ഒതുങ്ങി. വർക്കലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികളിലൊന്നാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പ്രധാന റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൂടിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. വസ്തുവിനായി മാത്രം കോടിക്കണക്കിന് രൂപ നഗരസഭ ചെലവാക്കിയിരുന്നു. എന്നാൽ 2004 ഉദ്ഘാടനം കഴിഞ്ഞ സമയം മുതൽ തന്നെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കാതെയായി. കവാടത്തിന് മുന്നിൽ തന്നെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തുകൊണ്ട് സർവീസ് നടത്തുന്ന പ്രവണതയ്ക്ക് സ്വകാര്യ ബസ് ജീവനക്കാർ ചുക്കാൻ പിടിച്ചു. ചോദ്യം ചെയ്താൽ പലപ്പോഴും സംഘർഷത്തിനിടയാക്കും. സ്റ്റാൻഡിനുള്ളിലെ കാത്തിരിപ്പ് കേന്ദ്രം നശിച്ചു തുടങ്ങി. ഭിക്ഷാടകരും മദ്യപാനികളും ഇവിടം താവളമാക്കി. ഇതിനുള്ളിൽ 18ഓളം ഹബ്ബുകളും ഗട്ടറുകളുമുണ്ട്. നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകളിൽ റോഡ് നവീകരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന നിർദ്ദേശമുയർന്നു. റോഡ് റീടാർ ചെയ്തു, എന്നിട്ടും അവസ്ഥ പഴയപടി തന്നെ. പല പ്രാവശ്യം RTOയും ഒക്കെ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് അവരുടെ ഉള്ളിലോട്ട് ബസ് പാർക്ക് ചെയ്യണം, അവിടുന്ന് ആളിനെ എടുക്കണം, ആളിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും അതിന് തയ്യാറാവാത്തൊരവസ്ഥയാണ്. ഇടയ്ക്ക് വെച്ച് അവർ അവിടെ റീടാർ ചെയ്താൽ മാത്രമേ അതിനകത്തോട്ട് വണ്ടി കയറ്റാൻ ഒക്കൂ എന്നുള്ളൊരു ഡിമാൻഡാണ് ഇവരെല്ലാം വേണ്ടത്, ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സും ഒക്കെ വെച്ചത്. പക്ഷേ അത് റീടാർ ചെയ്തിട്ട് പോലും വീണ്ടും പഴയപടി തന്നെ തുടരുകയാണ്. ബസ്സുകൾ കാത്ത് ആളുകൾ റോഡിൽ നിൽക്കുന്നത് അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്ന് ഒഴിവാക്കിയ ബങ്ക് കടകൾ 3 മാസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥാപിച്ച പുനരധിവാസം നടപ്പാക്കുമെന്ന നഗരസഭയുടെ ഉറപ്പും ഫലം കണ്ടില്ല. വർക്കല നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാത്ത ബസ് ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. രീതിയിൽ ബസ്സുകൾ കയറി വരുന്നതും ആളുകളെ ഇറക്കുന്നതും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴും ഒരുപാട് അപാകതയുണ്ട്. അവർ ഇത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ബസ്സുകളുടെ പേരിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്ന നിയമ നടപടി ചെയ്താലും അതിന് പരിഹാരം ഉണ്ടാവും. ന്യൂസ് 18 വർക്കല. കോഴിക്കോട് പയ്യോളി തിക്കോടിയൻ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നശിക്കുന്നു. PT ഉഷയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയമാണ് നശിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 2 വർഷം മുമ്പ് ചുറ്റുമതിൽ പൊളിച്ചതോടെയാണ് മൈതാനത്തിന് ഈ ഗതി വന്നത്. പയ്യോളിയിൽ PT ഉഷയുടെ പേരിൽ ആദ്യമായി നിർമ്മാണം തുടങ്ങിയ സ്റ്റേഡിയമാണിത്. കായിക പരിശീലനത്തെക്കാൾ മുന്തിയ പരിഗണന നൽകുന്നത് സമീപത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും എത്തുന്നവർക്ക് പരിശീലനം നടത്താനാണ്. ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നതിനിടയിലൂടെ കാറുകളും ബൈക്കുകളും പഠിക്കുന്നത് തടസ്സമാകുന്നതായി തിക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു കാരോളി പറയുന്നു. നമ്മളിവിടെ തന്നെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരിശീലനം നടക്കണം. അതൊന്നും ഒരിക്കലും തടയണമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ അവർക്കൊക്കെ ഒരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു അധികൃത ഭാഗത്ത് നിന്ന് അതൊരു നീക്കം നടക്കണം. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കേണ്ടവർക്ക് ഡ്രൈവിംഗ് പഠിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കണം. പിന്നെ രാവിലെ ഏകദേശം ഒരു 200ഓളം പേര് ഇവിടെ രാവിലത്തെ നടത്തത്തിന് വേണ്ടി, വ്യായാമത്തിന് വേണ്ടി വരുന്നുണ്ട്. അവർക്കൊന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. വലിയ പ്രയാസം ഈ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ചുറ്റുമതിലോ മറ്റു നിയന്ത്രണങ്ങളോ ഇല്ലാതായതോടെ ഗ്രൗണ്ടിന് ചുറ്റും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നു. സ്കൂൾ അധികൃതരുടെയും കായിക പരിശീലകരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വിദഗ്ധ സംഘം സന്ദർശിച്ച് 2 വർഷം മുൻപ് സംരക്ഷണ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. സ്റ്റേഡിയം പണി പാതി വഴിയിലായിട്ട് 4 പതിറ്റാണ്ടായി. സ്കൂളിന്റെയും മൈതാനത്തിന്റെയും ചുറ്റുമതിൽ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 1/2 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള ഓവുചാൽ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ സ്കൂളിന്റെയും സ്റ്റേഡിയത്തിന്റെയും ചുറ്റുമതിൽ നിർമ്മിക്കാൻ സാധിക്കൂ. ന്യൂസ് 18 പയ്യോളി.
മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ഗ്രൂപ്പ് നടത്തിയ മില്ലറ്റ് കൃഷി വൻ വിജയം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തരിശു കിടന്ന 45 സെന്റ് സ്ഥലത്താണ് റാഗി കൃഷി നടത്തി 100 മേനി വിളവെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്തിൽ മുഴുവൻ കൃഷി വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തരിശു കിടന്ന 45 സെന്റ് സ്ഥലത്താണ് വനിതാ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ റാഗി കൃഷി ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 8 പഞ്ചായത്തുകളിലും മില്ലറ്റ് കൃഷി വ്യാപകമാക്കുക എന്നതിന്റെ ആദ്യപടിയായാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ കൃഷിക്ക് തുടക്കം കുറിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ പറഞ്ഞു. എന്താണെങ്കിലും വളരെ സന്തോഷം. നല്ല വിളവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 3 മാസം കൊണ്ട്, ഏകദേശം 3-3.25 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ കൃഷി മില്ലറ്റ് വിളഞ്ഞു കഴിഞ്ഞു. ഇനി മാറി വരുന്ന കാലഘട്ടത്തിൽ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ, പ്രത്യേകിച്ചും കൊളസ്ട്രോൾ, ഷുഗർ അടക്കമുള്ള ജീവിതജന്യ ശൈലീ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പരിഹാരം എന്ന നിലയിൽ കൂടുതൽ മില്ലറ്റുകളുടെ ഉപയോഗം തീർച്ചയായും ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജനയുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടുകൂടിയായിരുന്നു മില്ലറ്റ് കൃഷി. വിളവെടുക്കുന്ന മില്ലറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കാനാണ് തീരുമാനം. 45 ദിവസം കൊണ്ടാണ് വിളവെടുപ്പിന് മില്ലറ്റ് തയ്യാറായത്. വിളവെടുത്ത സ്ഥലത്ത് വ്യത്യസ്തമായ മറ്റ് കൃഷികൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കാർഷിക മേഖലയിൽ യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് എറണാകുളം സ്വദേശികളായ 2 യുവാക്കൾ. 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കി 100 മേനി വിളവ് കൊയ്തിരിക്കുകയാണ് ഇരുവരും. ആയവന കാവക്കാട് സ്വദേശി ഫ്രാങ്ക്ലിനും വാഴക്കുളം മുല്ലപ്പുഴച്ചാൽ സ്വദേശി ജെറിൻ ജോർജുമാണ് പാട്ടത്തിനെടുത്ത 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. 3 വർഷമായി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തു വരുന്ന ജെറിനും ഫ്രാങ്ക്ലിനും ഇത്തവണ നെൽകൃഷി ഇറക്കുകയായിരുന്നു. തരിശായി കിടന്ന 1 ഏക്കർ പാടമായിരുന്നു ആദ്യമായി കൃഷിക്ക് തയ്യാറാക്കിയത്. ഇത് വിജയം കണ്ടതോടെ സമീപത്തെ പാടം ഉടമകളും ഇവർക്ക് കൃഷി ഇറക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. ഇതോടെയാണ് 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്ത് വിജയം കൊയ്തിരിക്കുന്നത്. പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് വിതച്ചത്. വിദേശ രാജ്യങ്ങളിലേക്കടക്കം മികച്ച ജോലി തേടി പോകുന്ന യുവതലമുറയ്ക്ക് പ്രചോദനം കൂടിയാണ് തങ്ങളുടെ കൃഷിയെന്ന് IT പ്രൊഫഷണൽ കൂടിയായ ജെറിൻ ജോർജ് പറഞ്ഞു. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞത്. ഇന്നത്തെ യുവതലമുറ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളത് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും 3 അല്ലെങ്കിൽ 2 നേരം ചോറ് കഴിക്കുന്നവരാണ്. ആ ചോറ് നമ്മുടെ മേശപ്പുറത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. തരിശുപാടങ്ങൾ കൃഷിയിറക്കി ഏവർക്കും മാതൃകയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനമെന്ന് ഫ്രാങ്ക്ലിനും പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മികച്ച വിജയം കണ്ടെത്തുന്നതിന് സഹായകരമായത്. നമ്മളിവിടെ ഏകദേശം ഒരു 10 ഏക്കർ അടുത്ത സ്ഥലമാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇപ്രാവശ്യം കൃഷി ചെയ്തേക്കണ വിത്ത് പൊന്മണിയാണ്. നമ്മളിത് നടുവല്ല ചെയ്തേക്കണേ, വിതച്ചാണ് കൃഷി ചെയ്തേക്കണേ. അതിനൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു. നെൽകൃഷി വിളവെടുക്കുന്നതോടെ പുതിയ സ്ഥലങ്ങളും ഏറ്റെടുത്ത് പുതിയ പുതിയ കൃഷി രീതികളും കൃഷികളും പഠിക്കുന്നതിനും കൃഷി ഇറക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ന്യൂസ് 18 കോതമംഗലം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 5835 രൂപ, പവന് 46,680 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4875 രൂപ, പവന് 39,000 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോഗ്രാമിന് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കാസർഗോഡ് ചെറുവത്തൂരിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ്. പാട്ടത്തിനെടുത്ത 50 സെന്റ് ഭൂമിയിലായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ തണ്ണിമത്തൻ കൃഷി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ മാതൃകാ കൃഷിത്തോട്ടമായ കൈതക്കാട് വാർഡിലെ ഉഷസ് JLC ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ വിളവെടുത്തത്. ഗ്രൂപ്പ് അംഗങ്ങളായ M ചന്ദ്രമതി, K ദേവകി, കമലാക്ഷി, സുചിത്ര എന്നിവർ ചേർന്നാണ് കൃഷി ഇറക്കിയത്.
തണ്ണിമത്തന് പുറമെ ഓണം സീസണിൽ ചെണ്ടുമല്ലിയും ചീരയും കൃഷി ചെയ്യാറുണ്ട്. ഏകദേശം 4 ക്വിന്റൽ തണ്ണിമത്തനാണ് ഇത്തവണ വിളവ് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവിൽ കുറവ് വന്നെങ്കിലും കൃഷി ലാഭകരം തന്നെയാണ്. ഇതിനു പുറമെ കുടുംബശ്രീയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും. 50 സെന്റ് ഭൂമി പാട്ടത്തിനെടുത്ത് ഡിസംബറിലാണ് കൃഷി ഇറക്കിയത്. 65-ാം ദിവസം വിളവെടുക്കാറായപ്പോൾ തോട്ടത്തിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാനായി ആവശ്യക്കാരും കൃഷിയിടത്തിലെത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ആള് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു മാതൃകാപരമാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സഹോദരിമാർ ചെയ്തത്. ഏറ്റവും നന്നായി തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള CDS അംഗങ്ങളുടെ അല്ലെങ്കിൽ CDSന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു കൈത്താങ് ഇവർക്ക് നൽകിയാണ്. JLGയും അതുപോലെ തന്നെ മറ്റുള്ള സബ്സിഡിയൊക്കെ കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ കുടുംബശ്രീക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ്, വാർഡ് മെമ്പർ ബുഷറ, മറ്റ് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. കൃഷിയിൽ മികച്ച മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂരിലെ കതിരൂർ. ഈ വാർത്തയിലേക്ക് ഉടൻ വരാം. ഇപ്പോൾ PC ജോർജ്, അനിൽ ആന്റണി ഇപ്പോൾ ആരുടെ പടക്കം ആരോടും പറഞ്ഞില്ല. നിനക്ക് തോന്നിയതാ. അതിനെ തോന്നലൊക്കെ മാറ്റി. അതിനിടയ്ക്ക് വിഷം കലക്കാൻ വന്നിരിക്കുകയാണ്. അത് പറഞ്ഞ സത്യമല്ലേ പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചോളൂ. നിനക്ക് അറിയാൻ പാടില്ല. ഞാൻ സത്യം പറയാറുള്ളൂ. അല്ല, നുണ പറയുന്ന ഇടപാട് എനിക്കില്ല. അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ഡൽഹിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ BJPയുടെ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നീങ്ങിയിരുന്ന ആളാണ്. ഇതിനൊക്കെ അപ്പുറത്തായിട്ട് AK ആന്റണിയുടെ മകനാണ്. കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ് AK ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ അംഗീകാരമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് നിയമനത്തിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അത് പാർട്ടി തീരുമാനം, BJPയുടെ തീരുമാനമാണ്. വേറെ ആരും നിങ്ങൾക്ക് ഇവിടെ പലർക്കും എവൻ ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചില്ല. പിന്നെ എന്താ നിങ്ങൾ വർത്തമാനം പറയുന്നത്? ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ, ഏതെങ്കിലും ഒരുത്തം പറ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചു. പിന്നെ ചില വട്ടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. BJPയുടെ മുഴുവൻ പ്രവർത്തകരും വളരെ ആത്മാർത്ഥ മുൻപന്തിയിലുണ്ടാവും, ഒരു സംശയം വേണ്ട. ഇവിടെ BJPയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ടീച്ചർ നിൽക്കുന്നു, പ്രമീളാദേവിയുണ്ട്, ജില്ലാ പ്രസിഡന്റ് ജില്ലാ നിൽക്കുന്നു, ജോർജ് കുര്യന്തി, അങ്ങനെ നോക്കുന്നത് ഇതേ നിൽക്കുന്നു, കണ്ടില്ലേ? അതായത് ഷോണുണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ട്, അത് മിനർവ ഉണ്ട്. അതായത് ഒരു ഫുൾ കോറമായത്, യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. നമുക്ക് കാണാം, നമുക്ക് മത്സരം നോക്കാം. നല്ല മത്സരമായിരിക്കും. കാണിച്ചു തരാം ജയിക്കുന്നത് എങ്ങനെയാണെന്ന്. ശരി, അല്ല അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാൻ ഡയറക്റ്റ് ബന്ധമാണ്. അതുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ മൂവ്മെൻറ്റിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ് പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെൻറ്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനീറ പ്രവർത്തനത്തിലായി. മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നോക്കും. മണ്ഡലത്തിലുടനീളം അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തുമോ? അതിൻ്റെ ആവശ്യം തന്നെ BJPക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. BJPക്ക് ആവശ്യത്തിന് വെച്ചും പ്രവർത്തകരുണ്ട്. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോവും, പ്രവർത്തകർ പോകേണ്ടടുത്ത് പ്രവർത്തകവും. ഒരു സംശയം വേണ്ട. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോകും. സംശയം എന്താ? അതല്ലിപ്പോൾ നടന്നിരിക്കുന്നേ, അതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നടക്കുന്നത്. ഈ സഭാ നേതൃത്വങ്ങളെടുത്ത് അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാർ, ഇന്ന് രാവിലെ മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പലരോടും ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. അവരുടെ തർക്കങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതിനൊക്കെ പ്രമുഖരായ വ്യക്തിത്വങ്ങളും ബിഷപ്പുമാരുണ്ട്, അവരെ ഞാൻ കാണുന്നുണ്ട്. ഉടനെ പോയി സംസാരിക്കുക. അതായത് കോട്ടയത്ത് കാസാഡ് ഒരു യോഗം ചേർന്ന് PC ജോർജിന്റെ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പിന്തുണ അനിലിനുണ്ടാവും. ഞാൻ കാസയുടെ ഭാരവാഹി ഇന്ന് കിട്ടിയില്ല. കാസയുടെ നമ്മുടെ കെവിൻ പീറ്ററാണ്. കെവിൻ പീറ്റർ മാത്രമല്ല, അവർ നല്ല ഒരു നേതൃനിരയാണ്.
കെവിനെ ഒന്ന് ബന്ധപ്പെടാൻ ചെന്ന് കഴിഞ്ഞില്ല. കെവിനെ സംസാരിക്കും, തീർച്ചയായിട്ടും എല്ലാവരും സംസാരിക്കും. അല്ല, അവരിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു പോയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അതിപ്പോൾ വേറൊരാളായി പോയി, പാർട്ടിയുടെ തീരുമാനമാണ്, അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്ന് ഞാൻ പറയും. അത് എന്നെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളുണ്ട്, എന്ത് ചെയ്യാം. അതൊക്കെ അങ്ങനെ കരയുന്നവരുണ്ട്. എൻ്റെ പ്രവർത്തനം അതുപോലെ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് അത് സമ്മതിച്ചല്ലോ. അങ്ങനെ നല്ല പ്രവർത്തനം അനിൽ ആന്റണിയിൽ നിന്നുണ്ടാവും, ഒരു സംശയം വേണ്ട. അതാണ് ആര് ഞാനോ? അങ്ങനെ ഞാൻ പത്തനംതിട്ട മത്സരിക്കും. ഈ കൊച്ചെന്നെ ചോദിക്കുന്നത് എൻ്റെ മേള ഇത് പത്തനംതിട്ട മത്സരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ഇതേ നിൽക്കുന്നു. അപ്പോൾ ഇനി ഞാൻ എന്നാ മത്സരിക്കുന്നത്? ഇല്ല ഞാനില്ല. ഞാൻ അറിയാമല്ലോ, രമേശ് പറയട്ടെ. രമേശ് അല്ല ആര് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചോളം ചോദിക്കണ്ട. ഞാൻ 91, നിങ്ങൾക്കറിയാം, 1991 പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ എൻ ജോസഫ് MLA ആയിരുന്നു. എൻ ജോസഫിന് മുന്നണി ജോസഫ് കൂടി ഞാൻ ഉൾപ്പെടെ എന്നെ തൊടുപടി നിർത്താൻ PJ എത്രയോ നിർബന്ധിച്ച്. ഞാൻ സോറി നിൽക്കിയല്ല, എൻ്റെ നിയമത്തിൽ നിൽക്കുന്നുള്ള വാശിയാണ്. പിന്നെ 96 ആയപ്പം പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൻ MLA ആയി. 2021 വരെ MLA ആയി. എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പ്രദേശം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെന്റിലേക്ക് മത്സരിച്ച് എന്നെ കിട്ടുകയില്ല, ഒരു സംശയം. അത് എല്ലാവരും മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവൻ അതുകൊണ്ടാണ് മിതത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. അത് നിനക്കും ബാധകമാണാവും പോയി, നമുക്ക് എല്ലാവർക്കും ബാധകം. ഈ കാസ എന്ന് പറയുന്നത് ഒരു മിൽട്ടൺ ഫോഴ്സാണ്. അതായത് മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണം കൂടുതലായി വന്നപ്പോൾ ഈ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അങ്ങനെ ഗതികേടൊക്കെ പത്തനംതിട്ട BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ PC ജോർജുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വലിയ വിമർശനം PC ജോർജ് അനിൽ ആന്റണിക്കെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ പിന്തുണ നൽകുമെന്ന് തന്നെയാണ് ആ നിലപാട് തിരുത്തിക്കൊണ്ട് PC ജോർജ് വ്യക്തമാക്കുന്നത്. സകലമാന കേരളം ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.